കേസ് നമ്മുടെ കരിമീൻ ഇതാക്കുന്ന പിടക്കയാണ്. കേസ് അത് ഇഷ്ടപ്പെട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മൊട്ടങ്കാള. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു മോൺസ്റ്റർ ഫിഷുമായിട്ട് തന്നെ ഇന്ന് വീട്ടിൽ പോകുമെന്നാണ് നമ്മുടെ ഒരു വിചാരം. പക്ഷെ കിട്ടുമല്ലെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ അളിയുണ്ട് അവിടെ. നമ്മൾ അവരുള്ള പാലത്തിൻ്റെ അകത്തോട്ട് ഫുള്ള് ഇങ്ങനെ നടക്കുകയാണ് നൈറ്റ് ഫിഷിങ്ങിന്. അപ്പോഴും മീൻ കിട്ടുമില്ലെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ മീനുണ്ട്, നല്ല കൊമ്പ മോൺസ്റ്റർ ഫിഷുകൾ തന്നെ ഉണ്ട്. പക്ഷേ നമുക്കിതൊരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒന്നും കിട്ടിയില്ല. നൈറ്റ് ഏകദേശം ഒരു 9 മണിവരെയൊക്കെ ഇരുന്നിട്ട് പോലും ഒരു തേങ്ങയും കിട്ടിയില്ല. പക്ഷെ ഇന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോഴും ഇതിൻ്റെ സ്പോട്ടെന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ നടക്കുന്ന വഴികൾ ഉള്ളിൽ ഏകദേശം കിലോമീറ്റർ കണക്കിന് കാട് പോലെയുണ്ട്. പക്ഷെ ഉള്ളിലോട്ടൊന്നും വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ളും മുളയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും പക്ഷേ ഇവിടെ മീനില്ലാതിരിക്കില്ല. കാരണം പൊപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കാരണം ഇവിടെ ഈ ചാടുന്ന ആൾക്കാരൊക്കെ ചത്തുപൊങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പൊപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഗൈസ്, ഇവിടെ നമ്മുടെ നാട്ടിൽ ചാടിയൊക്കെ മരിക്കുന്ന ആൾക്കാരെ കാണാതൊക്കെ ആകുമ്പോഴേ 3-4 ദിവസം കഴിഞ്ഞ് പൊങ്ങുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നിസ്സാരമാണെന്ന്. അങ്ങനെയല്ല, നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഗൈസ് കണ്ടില്ലേ, ഒരു സൈഡ് ആറാണ്. ഗൈസ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. നമ്മളെ സ്പോട്ട് ഒരു സൈഡ് കുളവും ഇവിടെ വേണ്ട, നമുക്ക് അപ്പുറത്ത് ആദ്യം നോക്കാം, എന്നിട്ട് എറിഞ്ഞാൽ മതി. ഗൈസ്, വഴി നമ്മളെ സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവന്മാരത് ബാക്കിൽ നിന്ന് നടന്നു വരികയാണ്. ഇന്ന് നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ പിടിക്കുന്നത് നമ്മളെ കുടൽ വെച്ചാണ്, കോഴിക്കടൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. കോഴിക്കടൽ നമ്മളിതാ ഈ ചൂണ്ട വെച്ചാണ് പിടിക്കുന്നത്. ഇത് നെടുമീനിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ചൂണ്ടയാണ്. ഈ കൊരുപ്പ് കണ്ടില്ലേ, അടിച്ചണ്ണാക്കി കയറ്റി. അതെ, നെടുമീൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് മോൺസ്റ്ററിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന കെണി അല്ലാത്തൊരു ഗൈസ്. അപ്പോൾ ഇതാ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് മീനെ നോക്കാം. പറ്റിച്ചത് ഗൈസ്, നല്ല 1-ാം തരം കരിമീനാണ്. ഗൈസ്, നമ്മൾ മീനിനെ ജീവിക്കാൻ പറ്റിയിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക്.
നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. നല്ല പ്രകൃതി രമണീയമായ നെയ്യാറിൻ്റെ തീരം. കേസ് നമ്മുടെ കരിമീൻ ഇതാ കിടന്ന് പിടക്കുകയാണ്. കരിമീൻ കരിമീൻ ഇവിടെ മല മനസ്സിലായി. ഓക്കെ വേണം സെറ്റ് റൈസ് റൈസ് ഇതിൻ്റെ ഇടയിലുള്ള സാധനം ഒരു മജ്ജി തരണമുള്ള ഗൈസ്. അത് ഇഷ്ടപ്പെട്ട് സൂപ്പർ എറിയായിരുന്നു. സൂപ്പർ എറിയായിരുന്നു. ദൂരമാണ് പോയത്. ഗൈസ് ഫോട്ടോ എടാ മോനെ. Oh, dong. Guys, വീട്ടെടുത്തു എന്നെ എടുക്കരുത്. കൈതി അവന്മാരെ അടുപ്പില്ലാത്തിട്ട് വെളിയിലെടുത്ത് ഇങ്ങനെ എങ്ങനെ പിടി. ഗൈസ്, നമ്മളങ്ങനെ നൈറ്റ് മോൺസ്റ്റേഴ്സിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ മോൺസ്റ്ററുകൾ രാവിലെ ഇവിടെ തന്നെ ഉണ്ട്. ഗൈസ്, പ്രേതങ്ങളുടെ നിലവറ. ഗൈസ്, ഞങ്ങൾ നൈറ്റ് മോൺസ്റ്റേഴ്സിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അതിനേക്കാളും വലിയ മോൺസ്റ്ററുകളാണ് നമ്മളെ കൂടെ ഉള്ളത്. ഏതോ നരപ്പെട്ട ഇവിടെ വന്നിരി കാര്യമായിട്ട് പറഞ്ഞു. കാര്യമായിട്ട് ഗൈസ്, ഇതൊരു പ്രേതാലയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആൾക്കാർ വന്ന് അടിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഗൈസ്, സമയം 8 മണി. ഈ മോൺസ്റ്റർ ഫിഷുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റ് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഫുൾ ഇട്ടാണെന്നറിയാം.